അപ്പൊ ആ കടമക്കുടിക്ക് പോകുന്ന ഒരു പാലത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ കടമക്കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്തിന് മാത്രം സ്വകാര്യ അധികാര ഒരു ഇതെന്ന് പറയില്ലേ, ഒരു അഹങ്കാരം എന്ന് ഒക്കെ പറയുന്നത് അതുപോലത്തെ ഒരു പ്ലേസ് ആണ് കടമക്കുടി എന്ന് പറയുന്നത്. ഒരുപാട് കടമക്കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപ്പള്ളിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയിട്ട് വരുന്ന ഒരു ഏരിയ, ഒരുപാട് ഇതുള്ള ദ്വീപുകൾ മാത്രമായിട്ട് കുറച്ച് മാത്രം ഭൂമിയും ബാക്കിയെല്ലാം ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കടമക്കുടി നടന്നത്. അപ്പൊ കടമക്കുടിക്ക് വരുമ്പോൾ നമ്മൾ പോകുമ്പോൾ രണ്ട് ഏരിയയാണ് കടമക്കുടി എന്ന് പറഞ്ഞത്. കടമക്കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഏരിയ ഉണ്ട്, നമ്മുടെ വരാപ്പുഴയിൽ നിന്ന് നമുക്ക് ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി NH70, പഴയ NH70 നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് കടമക്കുടിക്ക് എത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് കടമക്കുടിക്ക് ആ ഏരിയ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമങ്ങളിലൂടെ അങ്ങനെ പതുക്കെ പോയിട്ട് അവിടെ എത്താം. പക്ഷെ ഇപ്പോൾ പോകുന്നത് പിഴല എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് കടമക്കുടിക്ക് പോകുന്നത്. അതെന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇതുണ്ടല്ലോ, കണ്ടൈനർ റോഡുണ്ട്. കണ്ടൈനർ റോട്ടിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളമശ്ശേരി സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടൈനർ റോട്ടിൽ നിന്ന് കണ്ടൈനർ ആട് വരെ പോകുന്ന റോട്ടിൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പിഴല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ കടമക്കുടിക്ക് പോകാൻ പറ്റും. അത് ഒരു ഇതും കൂടി കൂടിയിട്ടാണ് നമ്മുടെ എന്താ പറയുക, ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കടവ് കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഏരിയ കൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ്. പാലം കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫുള്ള് ഒരു സെറ്റപ്പാണിത്. അപ്പുറത്തെ ഭാഗത്തോടെ വരുമ്പോൾ എപ്പോഴും നമ്മൾ വരുന്നത് എല്ലാ ഏരിയ കൂടെയും നമ്മുടെ വീടുകളോ എല്ലാം ഉള്ള ഒരു ഗ്രാമപ്രദേശമാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഏരിയയാണ്. പിഴലിയും കടമക്കുടിയും കൂടിയിട്ടാണ് നമ്മളെപ്പോഴും കാണാൻ നിൽക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ശരി. ബാക്കി വരാപ്പുഴ എന്ന് വരുമ്പോൾ നമുക്ക് കിട്ടാത്ത കുറേ ആംബിയൻസ് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പിഴലയും കടമക്കുടിയും കൂടിയിട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് എപ്പോഴും വെള്ളമാണ്. അതിൻ്റെ ബേസ് കര കുറവും വെള്ളം കൂടുതലും. അതാണ് കടമക്കുടി ആണെങ്കിലും പിഴല ആണെങ്കിലും എന്ന് പറയുന്നത്. ഇപ്പം കടമക്കുടിയിലെ ഒരു പിഴല എന്ന് പറയുന്ന സ്ഥലത്ത്, പിഴല എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമം എന്ന് പോലും പറയില്ല, കുറച്ച് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അതിൻ്റെ ഒരു കടവിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നൊരു കടവ് കടന്നിട്ട് വേണം, ഈ ഒരു പുഴ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് കടമക്കുടിയിലേക്ക് നമുക്ക് പോകാനായിട്ട്. ഇപ്പൊ കടമക്കുടിയും പിഴലും തമ്മിൽ എന്ത് മാറ്റം എന്ന് പറഞ്ഞാൽ കടമക്കുടിയും പിഴലൊക്കെ ഒരുപോലെ തന്നെയാണ് എപ്പോഴും. അതിൽ വലിയ മാറ്റമൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെ നിൽക്കുന്ന ഒരു ഏരിയകളാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നൊരു ചെറിയൊരു രണ്ട് വഞ്ചിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊരു ചെറിയൊരു ഏരിയ അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കയറിയിട്ട് നമ്മൾ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. ഇത് വലിയൊരു ഇതൊന്നല്ല, വലിയൊരു പുഴയോ വലിയൊരു ഇതൊന്നുമല്ല, ചെറിയൊരു വാട്ടർ ബോഡി. ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നിട്ട് അപ്പുറത്തേക്ക് കടക്കാം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് നമ്മുടെ വാഹനങ്ങളായാലും നമ്മുടെ ബൈക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതാണെങ്കിലും കാറാണെങ്കിലും ഇതിൽ കയറ്റാൻ പറ്റും. പക്ഷെ കാറൊക്കെ കയറ്റാൻ പറ്റുമെന്നാണല്ലോ, വലിയ ഫെസിലിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കും, മറ്റേ ജങ്കാനിൻ്റെ ഫെസിലിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതിൽ നമ്മൾ വണ്ടി കയറ്റി ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കുന്നതോട് കടമക്കുടിയായി. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നിന്നാൽ അപ്പുറത്തെ കാണാം, ഒരു 50 മീറ്റർ അപ്പുറത്ത് നമുക്ക് കടമക്കുടി കാണാൻ പറ്റും. പക്ഷേ ഇതിൽ കയറിയിട്ട് നമ്മൾ പോകാന്ന് പറയുന്നത് അപ്പുറത്തെ ഭാഗത്തോടെ ഞാൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു രസകരമായ ഫീലാണ് ഇതിൽ കയറിയിട്ട് ഇങ്ങനെ പോകാന്ന് പറഞ്ഞത്. ഈ ഏരിയ മുഴുവൻ ഇതാണ്, കടമക്കുടിയിലെ എല്ലാ ഫുള്ള് ഏരിയകളും കവർ ചെയ്തിട്ട് അതിൻ്റെ പിഴലയും കടമക്കുടിയെയും കവർ ചെയ്ത് പോകുന്ന ഏരിയകളാണ് ഈ ഏരിയ കൂടെ പോകുമ്പോൾ മുഴുവൻ നമുക്ക് കിട്ടുന്നത്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ സ്ഥലത്ത് കൂടെ വരുമ്പോൾ നമ്മൾ കുറേ ഹൗസിംഗ് കോളനികളിലോ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് കൂടെയാണ് വരുന്നത് വെച്ചാൽ ഇവിടെ ഏകദേശം കടമക്കുടി എന്താണോ അത് തന്നെയാണ് പിഴലും കടമക്കുടിയും തമ്മിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇവിടെ മെയിനായിട്ട് ഇത് വാട്ടർ ബോഡീസ് മുഴുവനുണ്ട്, ഇതുപോലത്തെ ഇതുകളുണ്ട്. ഈ ഫിഷിംഗ് നെറ്റുകൾ ഇവിടെയുണ്ട്, അവിടെ ഒരു കടമക്കുടിയിൽ. ഇപ്പോൾ പിഴലേറെ ഫിഷിംഗ് നെറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഫിഷിംഗ് നെറ്റ് ഇവിടത്തെയും അവിടുത്തെ വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ കാണുന്ന അതേ താറാവ് കൃഷിയും അതുപോലത്തെ കാര്യങ്ങളും പല കാര്യങ്ങളും അതുപോലത്തെ ചെമ്മീൻ കെട്ടുകളും എല്ലാം വന്നിട്ട് തന്നെയാണ് കടമക്കുടിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിതിന് പോയി ഈ ഒരു ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞത് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്തോടെ വരുമ്പോൾ ഇല്ലാത്തൊരു ഫീല് കൂടെ കിട്ടുന്നത് ഇതുകൊണ്ടാണ്.
അവിടെ നമുക്ക് ഈ ഫീലില്ല. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ വരാപ്പുഴയിൽ നിന്ന് ഇറങ്ങി, വരാപ്പുഴയിൽ നിന്ന് വന്ന് അവിടെ വന്ന് വരാപ്പുഴ ടൗണിലേക്ക് കയറി, അവിടുത്തെ മാർക്കറ്റ് ഏരിയയിൽ കയറി, അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കടന്ന് ഇപ്പുറത്ത് കയറുന്നതിന് നേരെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കുറേ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ കടമക്കുഴിയിലെ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നത്. കടമക്കുഴി എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ വെച്ചിട്ട്. പക്ഷെ ഇവിടെ ഉള്ള ഉപകാരം വെച്ചാൽ ഇവിടേക്ക് നമ്മൾ പിഴലെന്ന് ഇവിടെ നിന്ന് കയറാണെങ്കിൽ ഈ പിഴല ഏരിയ തന്നെ എന്ന് പറയുന്നത് തന്നെ മൊത്തം ഒരു ഈ കടമക്കുടിയുടേതായിട്ടുള്ള ആംബിയൻസ് ആണ്. അപ്പൊ എല്ലായിടത്തും ഇതാണ് ചെമ്മീൻ കൃഷി അടക്കം ഈ കൃഷിയെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു കഴിഞ്ഞ് കടമക്കുടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ കാണുന്ന ഈ സെറ്റപ്പാണ് മുഴുവൻ കിട്ടുന്നത് നമുക്ക്. അതെന്ന് പറയുന്നത് ഈ അവിടെ കടമക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം കുറേ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫെസിലിറ്റീസിൽ ഒന്നാണ് ഈ പറഞ്ഞ ഇതുകളൊക്കെ, ഈ പറയുന്ന ഈ ജിം ഫെസിലിറ്റീസ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് ഇവിടെ തൊട്ടപ്പുറത്ത് ടോയ്ലറ്റ്സ് ഉണ്ട്, ഒരുപാട് ഇതുകളുണ്ട്, എന്താ പറയുക കടകളുണ്ട്. പക്ഷേ കടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന സമയത്തിനനുസരിച്ച് മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ, പലപ്പോഴും അത് ഓപ്പൺ ആവില്ല. എന്താണെന്നുണ്ടെങ്കിൽ വീക്കെൻഡുകളിലും ഈവനിങ് സമയത്ത് മാത്രം വരുന്നതാണ് ഈ പറഞ്ഞ കടകളല്ല, അല്ലാത്ത സമയത്ത് ഈ കടകളൊന്നും ഓപ്പൺ ആവില്ല. അപ്പം ഇപ്പോൾ ഞാൻ വരുന്ന ഉച്ചയ്ക്കാണ്, അതുകൊണ്ട് ഒന്നും ഓപ്പൺ ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഈ ഇതിങ്ങനെ വന്നത് ഈ കാണുന്ന ഒരു ഇതാണ് നമ്മൾ എന്താ പറയുക ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്, സ്ഥിരമായിട്ട് അവിടെ ഉള്ള ടോയ്ലറ്റ് കോംപ്ലക്സ്. ഇപ്പോൾ അത് ഓപ്പൺ ഒന്നുമില്ല, ആരും അവിടെ ഇല്ല. പക്ഷേ ഈവനിങ്ങിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് സത്യത്തിൽ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കടമക്കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടമക്കുടി ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ രീതിയിൽ നമ്മളിങ്ങനെ ഈ വരുമ്പോഴൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പല സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുക എന്നുള്ളതാണ്. അത് ഇങ്ങനെ നടന്നു പോവുക എന്നുള്ളതല്ല, അല്ലാണ്ട് അവിടേക്കൊന്നും ഒരു എൻട്രി പോലും അവിടെ പല സ്ഥലത്തും ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഈ ഒരു ആംബിയൻസ് ആ രീതിയിൽ നമുക്ക് മനസ്സിലാകാതെ അതിൻ്റെ കൂടെ നടക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ.